ഗതാഗത തിരക്കേറിയ എംസി റോഡിന് സമീപമടക്കം മാലിന്യ നിക്ഷേപം സാധാരണമായി മാറുന്നു. മത്സ്യമാംസ സ്റ്റാളിലെ അവശിഷ്ടങ്ങളാണ് ജനവാസ കേന്ദ്രങ്ങളടക്കം നിക്ഷേപിക്കുന്ന സാമൂഹിക വിരുദ്ധർ കുറവലങ്ങാട് മേഖലയിൽ വിളയാട്ടം നടത്തുന്നത്. മുമ്പ് പള്ളിയമ്പ് പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം നടക്കുകയും ജനകീയ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തിരുന്നു. കുറവലങ്ങാട് പോലീസ് സ്റ്റേഷന് സമീപത്താണ് ഇപ്പോൾ എംസി റോഡിന് പാർശ്വത്തായുള്ള കൃഷിയിടത്തിലാണ് മത്സ്യമാംസാദികളുടെ അവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആഴ്ചകളോളം ഇവ ചീഞ്ഞളിയുന്ന സാഹചര്യം ഇവിടെ സാധാരണമായിരിക്കുകയാണെന്ന് തദ്ദേശവാസികൾ പറയുന്നു. മത്സ്യമാംസാദികൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിക്ഷേപിക്കുന്നത് മൂലം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന വിശ്വാസികൾ പോലും നന്നെ ബുദ്ധിമുട്ടുകയാണ്. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്കാണ് മത്സ്യമാംസ ആദികൾ ചീഞ്ഞളിയുന്ന ദുർഗന്ധം മൂലം ക്ഷേത്ര ദർശനത്തിന് പോലും തടസ്സം നേരിടുന്നത്. ഇതിലുപരി നീരൊഴുക്കിലാണ് മത്സ്യമാംസാദികളുടെ അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നതിനാൽ ഈ മേഖലയിലെ ആരോഗ്യ ജീവിതത്തിനും ഭീഷണി ഉയരുന്നുണ്ട്. മത്സ്യമാംസം ചീഞ്ഞളിഞ്ഞ് ജലസമ്പത്ത് രോഗാണുക്കൾ നിറയുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ അധികൃതർ രംഗത്തിറങ്ങണമെന്നാണ് തദ്ദേശവാസികളുടെ ആവശ്യം. സംഭവത്തെക്കുറിച്ച് തദ്ദേശവാസികളുടെ പ്രതികരണം ഇങ്ങനെ: അത് 1.5 മാസമായിട്ട് ഇവിടെ ഈ വേസ്റ്റ് തള്ളുക. അത് ഏതാണ്ട് പിന്നെ തീരുന്ന കണക്കിന് വീണ്ടും കൊണ്ട് തള്ളുക. അതാണ് ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേക അവസ്ഥ വന്നിരിക്കുന്നത്. നിരവധി സ്കൂൾ കുട്ടികളും പൊതുജനങ്ങളും എല്ലാം കടന്നുപോകുന്ന ഈ പൊതുനിരത്തിൽ ഇത് കൊണ്ട് ഇടുന്നത് വളരെ ഒരു ദുർഘടമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന് നല്ലൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് എന്റെ അഭ്യർത്ഥന. സാധാരണ നമ്മൾ ഈ എംസി റോഡിൽ ഇത്രയും പ്രവണത ഇല്ലായിരുന്നു. ഇതിപ്പം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മനഃപൂർവ്വം വേണമെന്ന് പറയും. കാരണം ഒരു പ്രാവശ്യം വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ വെച്ച് ചെയ്യും, വീണ്ടും കൊണ്ടിടുന്നു. ഇത് ഇപ്പോൾ വളരെ വ്യാപകമായിട്ടാണ് കാര്യം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് മണം താഴത്തെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ രാവിലെ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇത് ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ മേൽ നടപടി സ്വീകരിക്കുന്നതാണ് എന്റെ ഒരു അപേക്ഷ.